നിങ്ങളിപ്പം ബദലൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു ദിവസം 87 പേർക്ക് സർക്കാർ നിയമനം കൊടുക്കുന്നു. UDF വന്നാൽ ഞങ്ങൾ അതൊരു 100 കൊടുക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ദിവസം 133 പേർക്ക് അടച്ചുറപ്പുള്ള വീടിന്റെ താക്കോൽ കൊടുക്കുന്നു LDF സർക്കാർ. ഞങ്ങൾ വന്നാൽ അത് 140 ആക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൊടുക്കുന്നു. ഞങ്ങൾ വന്നാൽ അത് ഒരു 10 കൂടി ഒരു ദിവസം കൂടുതൽ കൊടുക്കും എന്ന് UDFന് പറയാൻ കഴിയുമോ? അതുപോലെ തന്നെ സംരംഭം പുതുത് 3 വർഷം കൊണ്ട് 3.5 ലക്ഷം പുതിയ സംരംഭം. ഇതൊന്നും അല്ല സംരംഭം, ഞങ്ങൾ ഇതിലും വലുത് കൊണ്ടുവരും എന്ന് പറയാൻ UDFന് കഴിയുമോ? ഒന്നും കഴിയില്ലെന്ന് മാത്രമല്ല, ആ UDFന്റെ ഇരുണ്ട കാലത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും വലിയ ബുദ്ധിമുട്ടായി UDF നേതാക്കന്മാർക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട N ശ്രീകുമാർ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാവുകളൊന്നും അല്ല ഇനി. കൃത്യമായി പവർ കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. അതുകൊണ്ട് എല്ലാ വീട്ടിലും രാത്രി കറണ്ട് ഉണ്ട്, ഫാനുണ്ട്, സൗകര്യമുണ്ട്, ഒരു കൊതുക് ശല്യം ഇല്ല, നല്ല മാലിന്യ സംസ്കരണമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നു, ഒരു മാലിന്യം ഇല്ല. അതുകൊണ്ട് കൃത്യമായി ഇരുണ്ട ഏതെങ്കിലും തരത്തിൽ ഉറക്കമില്ലാത്ത രാത്രി ഞങ്ങൾക്ക് വരില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നു. ഇനി പുതിയ ഒരു 40 വർഷത്തിനപ്പുറത്തേക്കുള്ള കേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടി നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രകടന പത്രിക രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ അറിയിക്കും.